സർ പത്രോസ് സർ. പത്രോസോ? എടോ ഞാൻ സുഗതൻ. എന്തേ സാർ ഇവിടെ എൻക്വയറി എവിടെയാണ് സാർ? ഇവിടെ എൻക്വയറി ഇല്ല. ഇല്ല ഉണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഞാനിവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ഈ എൻക്വയറി ഉണ്ടോ എന്ന് എന്നോടല്ല വന്ന് ചോദിക്കേണ്ടത്. അതിനാണ് അവിടെ അന്വേഷണം എന്ന് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ പോയി അന്വേഷിക്കും. മാഡം മാഡം എന്താ? ഒരു കാര്യം അറിയണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ചോദിച്ചോ. ഈ സൂപ്രണ്ടിന്റെ ക്യാബിൻ എവിടെയാണ്? അതിനാണ് ഇങ്ങനെ കിടന്ന് പാളം വെക്കണേ. അവിടെ ഇരിപ്പുണ്ട്. എവിടെ? അതാണ് സൂപ്രണ്ടിന്റെ ക്യാബിൻ. അതെ, സൂപ്രണ്ട് സത്യശീലനാണ്. എന്താ കാര്യം? പേരെന്താ? ലോലിതൻ. തന്നോടല്ല. അത് കുഴപ്പമില്ല. അയാളെ കാര്യം എന്താന്ന് ചോദിക്ക്. എന്താ പേര്? പേരെന്താ? തന്നോടാണ് പേരെന്താന്ന്. ലോലിതൻ. ശരി ശരി. അയാളോട് ഓഫീസിൽ നേരിട്ട് വരാൻ പറ. സ്ഥലം എവിടെയാണ്? കുമ്പളം. എടോ, സ്ഥലം എനിക്ക് അറിയേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അയാളോട് നേരിട്ട് വരാൻ പറ. പൈസയുടെ കാര്യമാണ്. ഒന്ന് വിളിച്ച് മിരട്ടിയിലേക്ക് ശരിയാവില്ല. അത് ശരിയാ. ഏത് ശരിയാ? താനാരാണ്? എഴുത്തുകാരനാണ്. അയ്യോ, എഴുത്തുകാരനാണോ? നമസ്കാരം സാർ, അറിഞ്ഞില്ല. ഇരിക്കും. സാറേ, എഴുത്തുകാരോട് എനിക്ക് വലിയ ബഹുമാനമാണ്. അതെ അതെ. സാറ് കഥയാണോ അതോ കവിതയാണോ? അതിലും വലിയ ക്യാൻവാസ് ആണ്. അയ്യോ, നോവലാണോ? ഞാൻ ഒരുപാട് ആളുകളുടെ നോവലുകൾ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ MT വാസുദേവൻ നായർ, പെരുമ്പടവൻ ശ്രീധരൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ആളുകളുടെ നോവലുകൾ വായിച്ചിട്ടുണ്ട്. ഈ സാറിന്റെ പേര് ലോലിതൻ. ലോലിതൻ. ലോലിതൻ കുമ്പളം. അങ്ങനെ ഒരാളുടെ ഞാൻ വായിച്ചിട്ടില്ല. സാറിന്റെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ എഴുത്ത്? ഇപ്പോൾ അവസാനം എഴുതിയത് ഇന്നലെ കലൂര് ബിസ്മി ഹോം അപ്ലയൻസിന്റെ ഒരു ചുവരെഴുത്തുണ്ടായിരുന്നു. വലുതായിരുന്നു. അപ്പൊ ചുവരെഴുത്തുകാരനാണ്. മര്യാദക്കിരി. ഈ കാലക്കെടുത്ത് മാറ്റ്. ഈ ബോർഡ് എഴുത്തുകാർക്ക് ഇവിടെ എന്താണ് കാര്യം? ഇവിടെ കുറച്ച് ബോർഡ് എഴുതാനുണ്ടെന്ന് അറിഞ്ഞു. ഇവിടെ ഇവിടെ ബോർഡ് കുറച്ച് എഴുതാണ്ട്. മര്യാദക്കൊക്കെ എഴുതുവോ? 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ എഴുതി തെളിഞ്ഞ ആളാണെന്ന്. സുഗത, വാ വാ. ഇയാളെ ഒന്നാ മന്മഥന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് എഴുത്തിനിരുന്നു. അതിന് ഭൂജവപ്പ് ആയിട്ടില്ല സാർ. ഭൂജവപ്പിന്റെ കാര്യമല്ല. ഇയാള് ബോർഡ് എഴുതാൻ വേണ്ടി വന്നതാണ്. അതിന്റെ മാറ്ററൊക്കെ മന്മഥന്റെ അടുത്താണ്. അയാൾ പറഞ്ഞു കൊടുക്കും. അത് കൊണ്ടുപോകും. എഴുത്തുകാരനാണല്ലേ? ഹലോ, എഞ്ചിനീയർ ആണെന്ന്. മര്യാദക്ക് ഇരിക്കാൻ പറയാൻ നിങ്ങളോട്. മര്യാദക്ക് ഇരിക്കാൻ പറഞ്ഞ. ഇവിടെ ഇതൊരു ഓഫീസാണ്, കണ്ട? സൂപ്രണ്ടിന്റെ ഓഫീസാണ്. ഇവിടെ ഇരിക്കണ്ട, അങ്ങോട്ട് പോ. അതിന്റെ മെഷർമെന്റ് കറക്റ്റ്. ആ മെഷർമെന്റ് ഇപ്പൊ അത്ര കറക്റ്റ് ആയാൽ മതി, കുഴപ്പമില്ല. വായിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതുപോലെയെങ്കിലും എഴുതണം നിങ്ങൾ. എവിടുന്ന് വരുന്നത് ഈ ജാതി ആൾക്കാർ? ഓഫീസിലെ ബോർഡ് എഴുതാൻ വന്ന ആ മാറ്റർ കൊടുക്കാൻ പറഞ്ഞു. അത് ഇതിപ്പോ എത്ര അടി? സത്യശീലൻ സാറേ, എത്ര അടി വേണ്ടി വരും? അടി എത്ര വേണോ കൊടുത്തോ. അതല്ല സാർ, നമ്മുടെ ഈ ബോർഡ് 2 അടി വേണോ അതോ 4 അടി വേണോ? എത്ര അടിയായാലും പറയുന്ന മാറ്റർ അതിനകത്ത് കറക്റ്റ് ആവണം. അപ്പോൾ സാറ് പറഞ്ഞു കേട്ടല്ലോ, വൃത്തിയായിട്ടൊക്കെ എഴുതണം. അപ്പം നാളെ വന്ന് എഴുതി തുടങ്ങിക്കോ. മാറ്റർ ഇതിനകത്തുണ്ട്. 4 അടിയുടെ ബോർഡ് മതി കേട്ടോ. 4 അടി. നിങ്ങൾ ആലോചിച്ചിട്ട് വന്ന് എഴുതിയാൽ മതി. അല്ല, ചെയ്യുന്നതിന് മുമ്പ് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഓക്കെ, 4 അടിയുടെ ബോർഡ്. സാറേ, ഇയാളുടെ ലക്ഷണം കണ്ടിട്ടേ ഇത് അടിയിലേ അവസാനിക്കുമെന്നാണ് തോന്നുന്നത്.